കളയുന്നത്. തന്നെപ്പോലെ അറിവ് കെട്ടവർക്കൊന്നും സ്വരം കളയാൻ വേണ്ടി ഇരിക്കുമല്ല ഞാൻ. തനിക്ക് വിദ്യാഭ്യാസവും ഇല്ല, ക്യാഷ് കയ്യിലില്ല, ബുദ്ധിയും വിവരവും ഒന്നുമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരാളുമായിട്ട് നേർക്ക് നേർ മിണ്ടുന്നത് എനിക്ക് കുറച്ചില്ല. അപമാനം എന്ന് പറയും. അപമാനം. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ 1-2 പേര് എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ലതാണ്, എല്ലാവർക്കും കൊടുക്കുന്ന മറുപടി നല്ലതാണ്, പക്ഷേ ഈ ചീത്ത പറച്ചിലൊന്ന് നിർത്തണം, പൊരുത്തം പറച്ചിലൊന്ന് നിർത്തണം എന്നൊക്കെ. ഞാൻ കുറേ നേരം ഇവർ 2 പേരെ പലപ്പോഴായിട്ടാണ് ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം ഇവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് നിന്നും മാറുക. അതാണ് ഏറ്റവും വലിയ വിവേകജ്ഞാനികൾ പ്രവർത്തിക്കുന്നത്. ഞാൻ അവിടെ കൈ വിടുവിച്ച് ഞാൻ പറഞ്ഞു, കാരണം നീണ്ട പ്രസംഗം നടത്താൻ പറ്റില്ല. പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ല. മറ്റൊരാൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്, ചീത്തയാക്കാനും വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അരികിൽ വന്ന് പറയുകയാണ്, വീഡിയോ കൊള്ളാം, ചീത്ത വിളിക്കല്ലേ, ഞാനും അവരും തമ്മിൽ ഒരുപാട് പിന്നെ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്, അവരെ ഒരു കൊനിച്ചത്ത് പോലും ഒരാൾ പോലും അറിയുന്നില്ല. അങ്ങനെയുള്ള ആൾ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരാളുടെ അടുക്കൽ വന്ന് ഈ ഉപദേശം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഈഗോ അംഗീകരിച്ചു കൊടുത്തില്ല. പതിയെ അവിടെ ഞാൻ വലിയും. കാരണം എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞവരാണ് ഈ എന്നോട് വന്ന് ഇങ്ങനെ പറയുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. അപ്പോൾ അവരൊന്നും മനസ്സിലാക്കണം, ഞങ്ങളെ ആരും അറിയുന്നില്ല, നാഗെ എല്ലാവരും അറിയുന്നതാണ്.